എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആളുകളിലേക്ക് ഇത് കൂടുതൽ എത്തുകയും ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ പണ്ട് ഇതിനു മുന്നേ ഇത് സംഭവിച്ചപ്പോൾ എടുത്ത തീരുമാനങ്ങളും ഇത് ഓവർകം ചെയ്ത രീതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഇത് സോൾവ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ ആക്ടേഴ്സ് ഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അവർ ചെയ്യുക തന്നെ ചെയ്യണം. അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പൊ അവരെ താല്പര്യമില്ലാത്തവർ അവരെ വിളിക്കാതിരിക്കുക, അവരെ കൊണ്ട് ആവശ്യമുള്ളവർ അവരെ വിളിക്കുക. അവരെങ്ങനെയാണോ അങ്ങനെ. ഇപ്പൊ ഓരോ മനുഷ്യനും ഓരോ രീതിയല്ലേ. ഇപ്പൊ എന്നെ പോലെ തന്നെ എല്ലാവരും പെരുമാറണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പൊ അയാൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അയാൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ അടുത്ത് പോവുക. അല്ലെങ്കിൽ അയാളെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അയാളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അയാളെ വിളിക്കണ്ട. ആസിഫൊക്കെ ആണെങ്കിൽ ശരിക്കും റോഷാക്കിലൊക്കെ അതായത് മുഖം കാണിക്കാൻ പറ്റാത്ത സംവിധാനങ്ങളിൽ വരെ അഭിനയിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഒരു സ്റ്റാർഡമിന്റെ അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഡൗൺ ടു എർത്ത് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ വിജയിക്കാതിരിക്കാം, ചിലതൊക്കെ ചോയ്സ് മാറിപ്പോകുന്നുണ്ട്. ഇപ്പൊ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആസിഫിന്റെ അത് കൊള്ളില്ല എന്നൊക്കെയുള്ള വിമർശനമൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണോ ആസിഫിന്റെ മനസ്സെന്താ പറയണേ? ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്റെ മനസ്സ് പറയുന്ന തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അത് പല സമയത്തും ശരിയാവുന്നുണ്ട്, പല സമയത്തും തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ അത് ഞാനൊരു ഇൻഡിവിജ്വൽ അല്ലേ. അപ്പൊ അത് എനിക്ക് എന്റേതായ രീതികളുണ്ട്, എന്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റാർഡം എന്നുള്ളത് ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. ഞാൻ അതിനേക്കാൾ കൂടുതൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് സന്തോഷം കണ്ടെത്താൻ നോക്കിയിട്ടുള്ളത്. അപ്പൊ അത് എന്റെ മാത്രം രീതിയാണ്. അപ്പൊ അത് എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമകൾ, എനിക്ക് സിനിമയോട് എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ എന്റെ നമ്പർ ഓഫ് സിനിമാസ് കൂടുന്നതിന്റെ കാരണം അതാണ്. എനിക്ക് സിനിമകൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എനിക്ക് ഒരുപാട് സിനിമകൾ, ഒരുപാട് ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം, ഒരുപാട് ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യണം. അപ്പൊ അത് എപ്പോഴും എനിക്ക് അതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് എന്റെ എക്സൈറ്റ്മെന്റിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ഞാൻ അങ്ങനെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ സന്തോഷമാണ് വലുത്. അപ്പം ഞാൻ ചെയ്യുന്ന സിനിമകൾ നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷെ ഒരു ദിവസം അതിനൊരു ഇക്വേഷൻ കിട്ടിയേക്കാം. ആ ഇക്വേഷൻ കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നല്ല സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ. ഇതൊരു വലിയ പടമാണ്. കാരണം ഇപ്പോൾ താരങ്ങളെ കാണുമ്പോൾ തന്നെ ടോവിനോ, ആസിഫ്, കുഞ്ചാക്കോ ബോബൻ, വിനീത് ശ്രീനിവാസൻ, ഇപ്പൊ തൻവി, അപർണ ബാലമുരളി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എല്ലാവരും ഹീറോസ് ആണെന്നാണ് അതിന്റെ ഒരു ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സാധ്യത അന്വേഷിക്കുമ്പോൾ ഇത് ഇത്ര വലിയൊരു സിനിമയാണ്. എങ്ങനെയാണത് കയ്യിൽ നിൽക്കും എന്ന് ഒരു ആത്മവിശ്വാസം എപ്പോഴാണ് വന്നു തുടങ്ങിയത്? കയ്യിൽ നിൽക്കും, അതായത് നമുക്ക് അങ്ങനെയല്ല ഞാൻ അതിനെ കണ്ടത്. ഞാൻ ഈ സിനിമ കണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു പത്രവാർത്തകളിലൂടെയാണ്. എന്റെ വീട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ പത്രങ്ങളൊന്നും വായിച്ചിട്ടില്ല, യൂട്യൂബ് ചാനലിലൊന്നും കണ്ടിട്ടില്ല, ന്യൂസ് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അറിയുന്നത് ഫ്ലഡ് പോയതിനു ശേഷമാണ്. ഇങ്ങനെ ഒരു കഥ ഇവിടെ നടന്നു, എല്ലാവരും ഒരുമിച്ച് ചെയ്തു. ഇപ്പൊ ഈ